പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹായ്. ഇന്നത്തെ ദിവസം ഒരു കപ്പ് വെള്ളം കുടിച്ചുകൊണ്ട് തുടങ്ങാം. ഈ വെള്ളം ഞാൻ എല്ലാ ദിവസവും ഒന്നും കുടിക്കത്തില്ല. മോന് ഉണരുവാണെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മറന്നു പോകുവേ. അപ്പോൾ ഇന്ന് അവൻ ലേറ്റായിട്ടാണ് ഉണർന്നത്. അപ്പോൾ ഒരു കപ്പ് വെള്ളം കുടിച്ചിട്ട് ഞാൻ കോഫി ഇട്ടായിരുന്നു. കോഫിയും കൂടെ കുടിച്ച് ഈ കോഫിയും അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്നാക്സും എല്ലാം കഴിച്ചൊരു 10 മണി വരെയൊക്കെ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യാം. എന്നിട്ടേ കാപ്പി കുടിക്കത്തുള്ളേ. വാ പൊള്ളിയായിരുന്നു. അപ്പോൾ എന്തോ ഒരു മുഖം കൊണ്ടൊരു ഗോഷ്ടിയൊക്കെ അതാണ് കാണിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ സാമ്പാറും ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി പച്ചക്കറികൾ വെള്ളരിക്ക, മത്തങ്ങ, പച്ചമുളക്, വഴുതനങ്ങ, പിന്നെ ക്യാരറ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ സ്വല്പം വെളുത്തുള്ളിയും സവാള അരിഞ്ഞ് ചേർത്ത് പിന്നെ പരിപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് അടുപ്പിൽ വെച്ച്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് വെക്കാൻ മറന്ന് പിന്നീടാണ് വെയിറ്റ് വെച്ചത്. അപ്പം സാമ്പാറായിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള അതിൻ്റെ പരിപാടികളൊക്കെ പോകാം. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് വെണ്ടയ്ക്കായും തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്കാണെങ്കിൽ ഫ്രഷ് ഒന്നുമല്ലേ, 2 ദിവസം ആയതാണ്. അപ്പം അതിന് അത്രയ്ക്കുള്ള ജീവനൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് ചേരുവകൾ ചേർക്കാൻ പോവാണ്. അജ്മിയുടെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. അജ്മിയുടെ സാമ്പാർ പൊടി നല്ലതാണ്. ഞാൻ ഇതാണ് കൂടുതൽ മേടിക്കുന്നത്. അപ്പം അജ്മിയുടെ സാമ്പാർ പൊടിയും ചേർത്ത് സ്വല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത്, മുളക് പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വല്പം പുളി പിഴിഞ്ഞ് ഒഴിക്കുന്ന. നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിഴുപുളിയാണ് ചേർക്കുന്നത്. പുളി പിഴിഞ്ഞൊഴിക്കണേ. അതിൻ്റെ കൂടെ സ്വല്പം ശർക്കരയും കൂടെ. ഇപ്പോൾ പച്ചമുളക് ഇട്ടാലും മതി. ഈ സമയത്ത് പച്ചമുളക് ചേർത്താലും മതി. ഞാൻ പിന്നെ കുക്കറിനകത്ത് ഒരുമിച്ച് അങ്ങ് ഇട്ടതേ ഉള്ളൂ. അപ്പം എല്ലാം ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് വെന്തിരിക്കുന്ന സാമ്പാറിൻ്റെ ബാക്കി ചേരുവകളും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കടുക് വറുത്തൊഴി ചേർക്കണേ. തിളച്ച് വന്നിട്ടുണ്ട്. മീൻ വന്നിട്ടുണ്ട്. മീൻ വന്നതിൻ്റെ ഹോണാണ് അടിക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ കടുക് വറക്കാനും തുടങ്ങുവാണേ. അതിന് എല്ലാവർക്കും അറിയാമല്ലോ കടുക് എന്തൊക്കെ ചേർക്കണമെന്നൊക്കെ. അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അത് താളിച്ച് അതിനകത്ത് ഒഴിക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതിൻ്റെ കൂടെ സ്വല്പം നമുക്ക് കായപ്പൊടി ചേർക്കുന്നത് നല്ല സാമ്പാറിന്. എല്ലാവരും ചേർക്കുമായിരിക്കും അല്ലേ? ഞാൻ പക്ഷേ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വല്പം കരിയാപ്പിലയും മല്ലിയിലയും കൂടെ ഉണ്ട് ചേർക്കണം. അപ്പം സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നെയ് റോസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ അമൂലിൻ്റെ ഗീയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നെയ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും നെയ് റോസ്റ്റും കൂടെ ചേർത്ത് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണേ. നമുക്കപ്പോൾ ഇനി വീണ്ടും കാണാം. ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഒന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ ബായ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.